നമ്മുടെ സെൻസസിൻ്റെ 2027 നടക്കാൻ പോകുന്ന സെൻസസിൻ്റെ ഒരുക്കങ്ങൾ വലിയ ഉദ്യോഗസ്ഥ തലത്തിലും നമ്മുടെ ഒരു ചർച്ച എന്ന നില ദേശീയ സംവാദം എന്ന നിലയിലൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി വരികയാണ്. ഈ സമയത്ത് ഇതിനോടനുബന്ധമായിട്ട് ഉയർന്നു വന്ന രാഷ്ട്രീയ സംവാദങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്ന് ഈ പുതിയ സർവേക്ക് ശേഷം ഇത് നീട്ടിക്കൊണ്ടുപോയ സർവേയാണ്. അറിയാലോ, സെൻസസ് 2021 നടക്കേണ്ടതായിരുന്നു. അത് കോവിഡ് വന്നതുകൊണ്ടും നീട്ടിക്കൊണ്ടുപോയത്. അപ്പോൾ പുതിയ സർവേ 2027 നടപ്പാക്കാനുള്ള ഷെഡ്യൂൾ വന്നു. ആ ഷെഡ്യൂളിനെ തുടർന്ന് വേണം നമുക്ക് പാർലമെന്ററി ഡീലിമിറ്റേഷൻ. എല്ലാ നിയമസഭാ മണ്ഡലങ്ങളും അതനുസരിച്ച് പുനർവിഭജനം വരും. അപ്പോൾ ആദ്യം ഉയർന്നു വന്ന രാഷ്ട്രീയ വിവാദം, പുതിയ സെൻസസിൻ്റെ അടിസ്ഥാനത്തിൽ ഡീലിമിറ്റേഷൻ വന്നാൽ, മണ്ഡല വിഭജനം നടപ്പാക്കിയാൽ അത് ഇന്ത്യയിലൊട്ടാകെ ഒരു നോർത്ത് സൗത്ത് ഡിവൈഡ് ഉണ്ടാക്കും. എന്ന് പറഞ്ഞാൽ സൗത്ത് ഇന്ത്യക്കാർക്ക് വോയിസ്ലെസ് ആവും. നമ്മൾ ജനസംഖ്യാ നിയന്ത്രണമൊക്കെ പാലിച്ചു എന്നുള്ള കാരണത്താൽ. അതിൻ്റെ കാരണം അതായത് വെച്ചാൽ ജനസംഖ്യ കൂടുതലുണ്ട് എന്നതുകൊണ്ട് ഉണ്ടാകുന്ന പ്രശ്നങ്ങളുണ്ടല്ലോ. നമ്മൾ ജനസംഖ്യ കുറച്ചത് ശാസ്ത്രീയമായ നടപടികളിലൂടെയാണ്, കഷ്ടപ്പെട്ടാണ്. അതൊരു ദേശസേവന പ്രവർത്തനമാണെന്നാണ് തമിഴ്നാടും കേരളമൊക്കെ പറഞ്ഞത്. അപ്പം അങ്ങനെ ഒന്നാമത്തെ കാര്യം, സൗത്ത് ഇന്ത്യക്ക് വോയിസ് ഇല്ലാതാവുകയും ഏതാനും നോർത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങൾ തീരുമാനിച്ചാൽ ഇന്ത്യ ഭരിക്കാനും കഴിയുമെന്നാണ്. അതൊരു ആശങ്കയാണ്, അഡ്രസ്സ് ചെയ്യേണ്ടതുമാണ്. ഇപ്പൊ സാറുമായിട്ട് എനിക്ക് തോന്നുന്നു സാറിനോട് പ്രത്യേകമായി സംസാരിക്കാൻ എനിക്ക് താല്പര്യമുള്ളൊരു കാര്യം, ഇതിന് വിത്തിൻ ദ സ്റ്റേറ്റ് കേരള സംസ്ഥാനത്തിനകത്ത് പുതിയ സെൻസസിന്റെ അടിസ്ഥാനത്തിൽ ഡീലിമിറ്റേഷൻ വന്നാൽ നമ്മുടെ ഡെമോഗ്രാഫിയിൽ വരാൻ പോകുന്ന ഉണ്ടാകാവുന്ന രാസമാറ്റങ്ങൾ എന്താണ് സാർ, എങ്ങനെ നിരീക്ഷിക്കുന്നതിനെ? നമ്മുടെ കേരളത്തിൽ ഏറ്റവും അവസാനമായി ഈ ഡീലിമിറ്റേഷൻ വന്നത് 2011 ആ കാലഘട്ടം 2018 അതിൻ്റെ കമ്മീഷനെ രൂപീകരിച്ച് 2011 തൊട്ടാണ് ഇപ്പോൾ കാണുന്ന നിയമസഭാ അതിർത്തികളുടെ മണ്ഡലങ്ങളുടെ അതിർത്തികളും പാർലമെന്റ് മണ്ഡലങ്ങളുടെ അതിർത്തികളും പുനർനിർണ്ണയിച്ചത് ഈ കാലഘട്ടത്തിലാണ്. തീർച്ചയായിട്ടും അത് നമ്മൾ നോക്കണം. ഇനി വരാൻ പോകുന്നതിന് മുന്നോടിയായിട്ട് കഴിഞ്ഞ തവണ സംഭവിച്ചതിനെ പറ്റി പഠിക്കുമ്പോൾ ഇതുണ്ടാകുന്ന ഒരു ചിത്രം വ്യക്തമാവുകയുള്ളൂ. രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിൻ്റെ സർസംഘചാലക് എല്ലാ വർഷവും വിജയദശമിക്ക് രാഷ്ട്രത്തിനോടൊരു സന്ദേശം നൽകാറുണ്ട്. എല്ലാ തവണയും. കഴിഞ്ഞ 2 തവണത്തെ അദ്ദേഹത്തിൻ്റെ സന്ദേശങ്ങൾ നമ്മളൊന്ന് പഠിക്കുമ്പോൾ കേരളത്തിലെ ജനസംഖ്യയുമായി ബന്ധപ്പെട്ടായിരുന്നു അദ്ദേഹം പറഞ്ഞതെന്ന് വ്യക്തമായി മനസ്സിലാകും. കഴിഞ്ഞതിൻ്റെ മുമ്പത്തെ വർഷം അദ്ദേഹം പറഞ്ഞെന്താണ്, ഭാരതത്തിലെ തന്ത്രപ്രധാനമായ ചില സ്ഥലങ്ങളിൽ ആനുപാതികമല്ലാത്ത രീതിയിലുള്ള ജനസംഖ്യാ വർധനം ഉണ്ടാകുന്നുണ്ട് എന്നാണ് അദ്ദേഹം ഒന്ന് സൂചിപ്പിച്ചത്. അദ്ദേഹം ആസാമൊക്കെയാണ് അതിൻ്റെ ഉദാഹരണം പറഞ്ഞതെങ്കിലും കേരളവും അതിൻ്റെ പരിധിയിൽ വരുന്നുണ്ട്. കഴിഞ്ഞ വർഷം അദ്ദേഹം പറഞ്ഞിരുന്ന കാര്യമുണ്ട്, ഈ ഭാരതത്തിലെ ജനസംഖ്യ കുത്തനെ കുറയുകയാണ്, എണ്ണം കൂടുന്നുണ്ട് എങ്കിലും പക്ഷേ അതിൻ്റെ അനുപാതം കുറഞ്ഞു വരികയാണ് എന്നുള്ളത് അദ്ദേഹം സൂചിപ്പിക്കുകയുണ്ടായി. ഇത് രണ്ടും സ്ക്വയർലി ആപ്ലിക്കബിൾ ആയിട്ടുള്ള ഒരു സ്ഥലമുണ്ട് എങ്കിൽ അത് കേരളമാണ്. ഈ 2008 ഡീലിമിറ്റേഷനെ പറ്റി നമ്മൾ പഠിക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം. കേരളത്തിലെ മൊത്തം 140 നിയമസഭാ മണ്ഡലങ്ങളാണുള്ളത്. ഈ 140 എണ്ണത്തിൻ്റെ എണ്ണത്തിൽ വ്യത്യാസം ഉണ്ടാകുന്നില്ല. പക്ഷേ ചില മണ്ഡലങ്ങൾ അപ്രത്യക്ഷമാകുന്നു, ചില മണ്ഡലങ്ങൾ ഉണ്ടാകുന്നു. നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. എന്ന് പറഞ്ഞാൽ കേരളത്തിൽ ഹൈന്ദവർ ഭൂരിപക്ഷമായിട്ടുള്ള സ്ഥലങ്ങളിലെ നിയമസഭാ മണ്ഡലങ്ങൾ ഇല്ലാതാകുന്നു. 2-3 ഉദാഹരണം ഞാൻ പറയാം. പന്തളം നിയമസഭാ മണ്ഡലം, വി കേശവൻ ഉൾപ്പെടെയുള്ള, ദാമോദരൻ കാളാശ്ശേരി ഉൾപ്പെടെയുള്ള നേതാക്കന്മാർ MLA മാരായിരുന്ന നിയമസഭാ മണ്ഡലമാണ് പന്തളം. കല്ലുപാറ നിയമസഭാ മണ്ഡലം ഇല്ല. അതുപോലെ തന്നെ PR കുറുപ്പ്, സാറിന് അറിയായിരിക്കും, പെരിങ്ങളം, അതെവിടെ പോയി? ശ്രീകൃഷ്ണപുരം നിയമസഭാ മണ്ഡലം എവിടെ പോയി? ഇതൊന്നുമില്ല. പകരം വന്നു. പകരമായിട്ട് വന്നിരിക്കുന്നത് മുസ്ലിം ഭൂരിപക്ഷ പ്രദേശമായ താനൂര്, തവനൂര് പോലുള്ള പുതിയ നിയമസഭാ മണ്ഡലങ്ങൾ രൂപം കൊണ്ടു. മൊത്തം മണ്ഡലങ്ങളുടെ എണ്ണത്തിൽ കുറവ് വന്നില്ല, പക്ഷേ മുസ്ലിം ഭൂരിപക്ഷമുള്ള പ്രദേശങ്ങളിൽ നിയമസഭാ മണ്ഡലങ്ങൾ വന്നു. ഹിന്ദു ന്യൂനപക്ഷമായ സ്ഥലങ്ങളിൽ കുറഞ്ഞു. അത് ശാസ്ത്രീയമായ മാനദണ്ഡങ്ങൾ അനുസരിച്ച് വരുമ്പോൾ സമുദായം സംഭവിച്ചു പോകുന്നു. പക്ഷേ അല്ല, നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. കേരളത്തിലെ ഈ ഡെമോഗ്രാഫിക് പാറ്റേൺ നമ്മളൊന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. ജനസംഖ്യയുടെ വർധനവ്, ദേശീയ കുടുംബാരോഗ്യ സർവേയുടെ കണക്കനുസരിച്ച് കേരളത്തിൽ TFR റേറ്റ്, അതാണ് സർസംഘചാലക് പറഞ്ഞത്, ടോട്ടൽ ഫെർട്ടിലിറ്റി റേറ്റ്, 100 ദമ്പതികൾക്ക് ജനിക്കുന്ന മക്കളുടെ എണ്ണത്തിന്റെ കണക്കാണ് TFR റേറ്റ് എന്ന് പറയുന്നത്. 100 ഹിന്ദു ദമ്പതികൾ, 100 ക്രൈസ്തവ ദമ്പതികൾ, 100 മുസ്ലിം ദമ്പതികൾ, ഇവർക്ക് എത്ര മക്കളുണ്ട്? 100 ഹിന്ദു ദമ്പതികളുടെ മക്കളുടെ എണ്ണം 194 എന്ന് വെച്ചാൽ 2 മക്കൾ ഇല്ല, ശരാശരി 2 മക്കളില്ല, 200 ഇല്ല.
ക്രിസ്ത്യാനിയെ സംബന്ധിച്ചിടത്തോളം ഹിന്ദുവിനേക്കാൾ കുറവാണ്, ഏകദേശം 184, 185 ഉള്ളൂ. ഞാൻ അക്യുറേറ്റ് സംഖ്യ ഓർക്കുന്നില്ല, 184, 185. പക്ഷേ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം അത് 235 എന്നത്തെയാണ് കണക്ക് സർ? ഈ ഏറ്റവും അവസാനം നടന്നിട്ടുള്ള ദേശീയ കുടുംബാരോഗ്യ സർവേയുടെ കാരണം ദേശീയ തലത്തിലെ ഈ പറഞ്ഞ ശാസ്ത്രീയമായ ബോധവും ആരോഗ്യ ബോധവും ഒക്കെ മുസ്ലിം അല്ല, അത് കേരളത്തിലെ ഞാൻ പറയുന്നത്. കേരളത്തിൽ എനിക്ക് തോന്നുന്നത് ഗണ്യമായി കുറഞ്ഞു വരുന്നുണ്ട്. ഞാനത് അടുത്തറിയുന്ന ഒരാളാണ്. അല്ല, ഞാൻ ഒരു കാലത്ത് സാറ് പറഞ്ഞ കറക്റ്റ് ആണ്. 10 മക്കള് 14 മക്കളൊക്കെ ഉണ്ടായിരുന്നു മലബാറിലെ കുടുംബങ്ങൾ. എന്നാൽ ഇപ്പോൾ സാർ എടുത്തു നോക്കൂ, ഇപ്പോ ഏറ്റവും പുതിയ തലമുറയിലെ യുവാക്കൾ ഇപ്പൊ കല്യാണം കഴിക്കുന്നവർ വേണ്ട, ഒരു 20 കൊല്ലമായിട്ട് കല്യാണം കഴിച്ചിട്ടുള്ള ദമ്പതികൾക്ക് 2 മക്കളും 3 മക്കളൊക്കെ ഉള്ളൂ മാക്സിമം. അതാ 234 TFR റേറ്റ്. അതെ, 100 മുസ്ലിം ദമ്പതികൾക്ക് 235 കുട്ടികൾ. അതേ സാഹചര്യത്തിൽ ഹിന്ദുക്കൾക്ക് ഇത്തിരി കൂടുതലാണത്. ഇത്തിരിയല്ല, അത് ലക്ഷങ്ങളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്യപ്പെടുമ്പോഴാണ് ഈ വ്യത്യാസം. പക്ഷേ ഞാൻ പറയുന്നത് അതിന് പരിഹാരം തീർച്ചയായിട്ടും സാറിന്റെ നിർദ്ദേശം ഉണ്ടാവും, ഞാനത് കേൾക്കാൻ തയ്യാറാണ്. ഞാൻ പറയുന്നത് ആ ലെവലിലേക്ക് ഇപ്പോൾ മറ്റ് സമുദായങ്ങളുടെ ലെവലിലേക്ക് കൊണ്ടുവരണം എന്നല്ല, ഇപ്പൊ ഒരു ദമ്പതിക്ക് ഒരു കുഞ്ഞ് എന്ന നിലയിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്, അവസ്ഥയ്ക്ക് വന്നിട്ടുണ്ട്. പക്ഷെ മുസ്ലിം കമ്മ്യൂണിറ്റി എന്തായാലും വാരി വലിച്ച് മക്കള് വേണ്ട. എനിക്കറിയാലോ, നമ്മുടെ വികാരം അറിയാലോ. വാരി വലിച്ച് മക്കള് വേണ്ട, നാം 2 നമുക്ക് 2 എന്നൊരു മുദ്രാവാക്യം ഉണ്ടായിരുന്നു പണ്ട്. അന്ന് അത് മുസ്ലിം കമ്മ്യൂണിറ്റി സ്വീകരിച്ചില്ലെങ്കിലും സമയമെടുത്തു എന്നുള്ളത് ശരിയാണ് സാർ. ഈ മാതിരി ബോധങ്ങൾ, ആരോഗ്യ ബോധമൊക്കെ വരാൻ മുസ്ലിം കമ്മ്യൂണിറ്റി എല്ലാ കാര്യത്തിലും, വിദ്യാഭ്യാസത്തിൽ പോലും വളരെ പതുക്കെയാണല്ലോ. അതുകൊണ്ട് ഞാൻ പ്രതീക്ഷയോടെ ഇരിക്കുന്നത് മുസ്ലിം കമ്മ്യൂണിറ്റിയിലും മക്കൾ ഒന്ന് മതി എന്ന അവസ്ഥ. നമ്മൾ അന്നേരം ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതുണ്ട്. 2 വർഷം മുമ്പ് കേരള നിയമസഭയിൽ വിദ്യാഭ്യാസ മന്ത്രിയായ വി ശിവൻകുട്ടി കേരളത്തിൽ 1ാം ക്ലാസ്സിൽ അഡ്മിഷൻ എടുത്ത കുട്ടികളുടെ എണ്ണത്തിനെ പറ്റി ഒരു കണക്ക് പറഞ്ഞിട്ടുണ്ട്. കേരളത്തിലെ എയ്ഡഡ്, അൺഎയ്ഡഡ്, റെക്കഗ്നൈസ്ഡ് സ്കൂളുകളിലായി മൊത്തം എത്ര കുട്ടികളാണ് 1ാം ക്ലാസ്സിൽ അഡ്മിഷൻ എടുത്തത്? 2 വർഷം മുമ്പ് നിയമസഭയിലുണ്ട്. അദ്ദേഹം പറഞ്ഞ കണക്കനുസരിച്ച് 3,65,000 കുട്ടികളാണ് 1ാം ക്ലാസ്സിൽ അഡ്മിഷൻ എടുത്തത് ആ വർഷം. അത് ജില്ല തിരിച്ച് അദ്ദേഹം സൂചിപ്പിച്ചിട്ടുണ്ട്. ഈ ജില്ല തിരിച്ചുള്ള കണക്ക് നോക്കുമ്പോഴാണ് നമ്മൾ മലപ്പുറത്തിനെ ഒന്നടങ്കം ആക്ഷേപിച്ച് പറയുന്നതല്ല. പക്ഷെ മലപ്പുറം ജില്ലയിലാണ് ഈ 3,65,000-ന്റെ 25% വരുന്ന 65,000 കുട്ടികളും 1ാം ക്ലാസ്സിൽ അഡ്മിഷൻ നേടിയത് മലപ്പുറം ജില്ലയിലാണ്. പത്തനംതിട്ട ജില്ലയിൽ 6,035 കുട്ടികളെ 1ാം ക്ലാസ്സിൽ അഡ്മിഷൻ എടുത്തിട്ടുള്ളൂ. തിരുവനന്തപുരം തൊട്ട് ഈ ഇടുക്കി വരെയുള്ള ഏകദേശം 4-5 ജില്ലകളിലെ മൊത്തം 1ാം ക്ലാസ്സിൽ അഡ്മിഷൻ എടുത്ത കുട്ടികളുടെ എണ്ണം ഈ മലപ്പുറം ജില്ലയിലെ കുട്ടികളുടെ എണ്ണത്തിനേക്കാൾ കുറവാണ്. ഏത് കൊല്ലത്തെയാണ് സർ? 2 വർഷം. ഇപ്പോഴും കിടപ്പുണ്ട്. മാതൃഭൂമി പത്രത്തിൽ ഒരു ലിസ്റ്റായിട്ട് വന്നിരുന്നു. നമ്മൾ ശ്രദ്ധിക്കേണ്ട അവിടെയല്ല. അതിന്റെ ഒരു സാറ് ആദ്യം ചോദിപ്പിച്ച ഡീലിമിറ്റേഷൻ, 2 വർഷം മുമ്പ് 1ാം ക്ലാസ്സിൽ അഡ്മിഷൻ എടുത്ത കുട്ടി എന്ന് പറഞ്ഞാൽ 5 വയസ്സ്. ആ കുട്ടിക്ക് ഇന്ന് 7 വയസ്സ്. 11 വർഷം കഴിയുമ്പോൾ അവൻ ഒരു നവ വോട്ടറായി. അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ 11 വർഷം കഴിഞ്ഞ് നടക്കാൻ പോകുന്ന ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പ് ഉണ്ടായെങ്കിൽ കേരളത്തിലെ നവ വോട്ടർമാരുടെ 25% ഒറ്റ ജില്ലയിൽ നിന്നായിരിക്കും. അത് ഞാൻ മുസ്ലിം എന്നൊന്നും അല്ല പറയുന്നത്. എന്നാൽ നമുക്കറിയാം മലപ്പുറം ജില്ല ഇന്ത്യയിലെ തന്നെ ഭൂരിപക്ഷമായ മുസ്ലിം ജില്ലയാണ്, ഒന്നാണ്. ആ ജില്ലയിൽ നിന്നായിരിക്കുന്ന ഒറ്റ ജില്ലയിൽ നിന്ന് വോട്ടർമാരുടെ 25% വരുമ്പോൾ കേരളത്തിലെ രാഷ്ട്രീയ ഭൂപടത്തിന്റെ അതിർത്തികളിൽ ഉണ്ടാകുന്ന ആ മാറ്റം വളരെ അപകടകരമാണ്. നിസ്സാരമായിട്ട് നമുക്ക് അതിനെ കാണാൻ സാധിക്കില്ല. തിരുവിതാംകൂർ മേഖലയിൽ ഈ നിയമസഭാ മണ്ഡലങ്ങളുടെ എണ്ണം കുറയും. അതേ സാഹചര്യത്തിൽ മലബാർ മേഖലയിലെ നിയമസഭാ മണ്ഡലങ്ങളുടെ എണ്ണം കൂടും. ആ കൂടുമ്പോൾ സ്വാഭാവികമായിട്ട് സാർ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതുണ്ട്. മലബാറിലെ 2 പാർലമെന്റ് സീറ്റുകളിൽ നിന്നും ഈ പാർലമെന്റിന്റെ ചരിത്രത്തിൽ ഏതെങ്കിലും ഹിന്ദുമത വിശ്വാസി പാർലമെന്റിൽ പോയിട്ടുണ്ടോ? ഇല്ല. അങ്ങനെയാണെങ്കിൽ തിരുവിതാംകൂർ മേഖല നമ്മൾ നോക്കൂ. തിരുവിതാംകൂർ മേഖല ഹിന്ദു ഭൂരിപക്ഷമാണ്. ആ സാഹചര്യത്തിൽ 2 പാർലമെന്റ് മണ്ഡലങ്ങൾ നമ്മൾ എടുത്തു നോക്കും. ഇപ്പോൾ ഇല്ലാത്ത ചിറയൻകീഴ് പാർലമെന്റ് മണ്ഡലം കഴിഞ്ഞ ഡീലിമിറ്റേഷൻ ഇല്ലാതായ ഹൈന്ദവ ഭൂരിപക്ഷമുള്ളൊരു മണ്ഡലമാണ്. അവിടെ തലേക്കുന്നിൽ ബഷീർ വളരെ വർഷക്കാലം MP ആയിരുന്നു, മതം പ്രശ്നമായിരുന്നില്ല. ആലപ്പുഴ പാർലമെന്റ് മണ്ഡലത്തിൽ ആരിഫ് MP ആയിരുന്നു, മതം പ്രശ്നമല്ല. പക്ഷേ സമാന സാഹചര്യത്തിലുള്ള ഒരു മതേതരത്വ സ്വീകരണം ഈ മലബാർ മേഖലകളിൽ ഹിന്ദുക്കൾക്ക് കിട്ടില്ല. ചിലപ്പോൾ ഒറ്റപ്പെട്ട ചില മണ്ഡലങ്ങൾ കാണാം. ശ്രീരാമകൃഷ്ണൻ ജയിച്ച മണ്ഡലം ഉണ്ടാകാം, അല്ലെങ്കിൽ ശശികുമാർ ജയിച്ച ചില മണ്ഡലങ്ങൾ കാണാം. പക്ഷെ മഹാഭൂരിപക്ഷം മണ്ഡലങ്ങളിലും മുസ്ലിം ലീഗോ അല്ലെങ്കിൽ അതുമായി താല്പര്യമുള്ള പ്രസ്ഥാനത്തിലെ ആൾക്കാരായിരിക്കും MLA MP ആകുന്നത്. എന്ന് വെച്ചാൽ കേരള നിയമസഭയിലെ 140 MLA-മാരിലെ മഹാഭൂരിപക്ഷവും ഈ മേഖലകളിൽ നിന്നുള്ള ഇസ്ലാമിക നാമധാരികളായിരിക്കും എന്നുള്ളത് കൃത്യമാണ് ഡേറ്റ വെച്ച്. ആയിക്കോട്ടെ. അല്ല, ഞാൻ പറയുന്നത് അതിൽ അത് എന്താണെന്നറിയോ, അത് സാറ് പറഞ്ഞ വളരെ ഒരു പ്രധാനപ്പെട്ട നിരീക്ഷണമാണ്. ആ നിരീക്ഷണത്തിൽ മാറ്റം വരുത്തേണ്ടത്
കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടികളുടെ അതെ ബാധ്യതയാണ്. അതെ അതെ അപ്പോ ചിറയും കീഴില് തലൈക്കുന്നിൽ ബഷീറിനെ നിർത്തുന്നത് UDF തന്നെയാണ്. അതെ. അവർക്ക് അതിപ്പോ മുസ്ലിം ഭൂരിപക്ഷ മണ്ഡലമായിട്ടൊന്നുമല്ല. അല്ല, അവിടെ ലീഗിന് സ്വാധീനം കുറവാണ്. ലീഗിന് വിലപേശൽ പവർ ഇല്ല. അതാണ് ആ വിലപേശൽ പവർ ഉള്ള ലീഗിനെ എനിക്ക് തോന്നുന്നു ഇപ്പോ ലീഗിന് കാര്യമായി സ്വാധീനമില്ലാത്ത പ്രദേശങ്ങളിൽ പോലും കോൺഗ്രസ് അവരുടെ സീറ്റ് ലീഗിന് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിന് പകരം മുസ്ലിം ലീഗ് മലപ്പുറം ജില്ലയിലെ പ്രധാനപ്പെട്ട പല സീറ്റുകളും പലപ്പോഴും ഇപ്പോൾ AK ആന്റണിക്ക് ഒരിക്കൽ തിരുരങ്ങാടി സീറ്റ് കൊടുത്തതുപോലെ സാർ ഈ പറഞ്ഞ ശരിയാ, 2 MP മാരുള്ളതിൽ മാറി മാറി കോൺഗ്രസ്, ഞാൻ പറഞ്ഞ പൊളിറ്റിക്കൽ ബാലൻസിൽ ഒരു കോൺഗ്രസിന്റെ നേതാവായ ഒരു ഹൈന്ദവനോ ക്രിസ്ത്യാനിയോ മലപ്പുറത്തെ അത് പൊന്നാനിയിലോ മലപ്പുറത്തോ മത്സരിക്കാവുന്ന ഒരു സാഹചര്യത്തിലേക്ക് രാഷ്ട്രീയ ബോധം, പ്രത്യേകിച്ച് സാർ ഈ പറയുന്നത് എനിക്ക് കുറെ കൂടി കൺസേൺ ഉണ്ട്. സാറ് പറഞ്ഞ അർത്ഥത്തിലുമല്ല, ഒരു പക്ഷേ അതിൻ്റെ ഒരു മറുവശത്ത് നിന്നുകൊണ്ട് ഈ നമ്മൾ അറിഞ്ഞാലും അറിഞ്ഞില്ലേ, നമുക്ക് ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും പല കാരണങ്ങളാൽ സാർ ഈ പറഞ്ഞ ഉത്കണ്ഠ മനുഷ്യന്റെ മനസ്സിൽ കൂടി വരികയാണ്. കമ്മ്യൂണലി ഡിവൈഡഡ് ആണ് മനസ്സ്. കമ്മ്യൂണിസ്റ്റ് സാറിന് അറിയുമെന്നറിയില്ല, സംഘപരിവാറിനില്ലാത്ത ഉത്കണ്ഠ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്കുണ്ട്. കാരണം പാർട്ടി കമ്മിറ്റികളിൽ പോലും ഒരു ഇഷ്യൂ വന്നാൽ ഇവർ കമ്മ്യൂണലി ഡിവൈഡഡ് ആണ്. എന്നോട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മലപ്പുറത്തെ ഒരു സെക്രട്ടറി ഒരിക്കൽ പറഞ്ഞത്, ഈ മാഷ വലിയ ആശങ്കയാണ്, എവിടെയെങ്കിലും ഒരു കലാപം ഉണ്ടായാൽ ഹിന്ദുവിൻ്റെയും മുസൽമാന്റെയും പക്ഷത്തല്ലാതെ രണ്ടു കൂട്ടരെയും രഞ്ജിപ്പിന്റെ പാതയിൽ മധ്യത്തിൽ നിൽക്കാനാണുള്ള കമ്മ്യൂണിസ്റ്റുകാരൻ, അവൻ പോലും ഡിവൈഡഡ് ആണ്. അതിന് പറഞ്ഞ കാരണമുണ്ട്. നമ്മുടെ നാട്ടിൽ ചില മീഡിയ പേടിയുണ്ട്, മാത്രമല്ല ചില മീഡിയ ആണ്. ഇപ്പൊ ദേശാഭിമാനി വായിച്ചിട്ടല്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടി കമ്മിറ്റിക്ക് വന്നിരിക്കുന്നത്, മറ്റു ചില മീഡിയ ഇവരുടെ മനസ്സിൽ വലിയ തോതിൽ സ്വാധീനിക്കുന്നുണ്ട്. അപ്പൊ ആ ആശങ്ക വളരെ ശരിയാണെന്ന് ഞാൻ പറഞ്ഞത്. അപ്പൊ ആ അർത്ഥത്തിൽ പുതിയ കാലത്ത് സാറിനെ പോലുള്ളവർ ഉന്നയിക്കുന്ന ആശങ്ക ഗൗരവമായിട്ട് കാണാനും UDF പോലുള്ള രാഷ്ട്രീയ മുന്നണികൾ നമ്മുടെ ജാതി മതാതീതമായി സീറ്റുകൾ വീതം വെച്ച് അത് വെക്കില്ല സാറേ. കേരള സാഹചര്യത്തിൽ അത് വെക്കില്ല. കേരളത്തിലെ കോൺഗ്രസ് എന്ന് വെച്ചാൽ ലീഗിനെ വിട്ട് യാതൊരു കളിയും ചെയ്യാൻ സാധിക്കില്ല. ലീഗിന് ഇസ്ലാമിക മുസ്ലിം അജണ്ടയാണുള്ളത്, അതിനനുസരിച്ച് പോകുന്നു. ഇപ്പോൾ ഇടതുപക്ഷത്തിലെ നേരത്തെ നമ്മൾ ചില ചർച്ചകളിൽ പറയുന്നുണ്ട്, പോപ്പുലർ ഫ്രണ്ടിന്റെ നിരോധനത്തിന് ശേഷം ഇവരൊക്കെ കുടിയേറി ആ മാർക്സിസ്റ്റ് പാർട്ടി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെയൊക്കെ കീ പോസ്റ്റുകളിൽ ഇന്ന് പോപ്പുലർ ഫ്രണ്ടിന്റെ ആൾക്കാരുണ്ട്. അവരുടെ സ്വാധീനം വളരെ വലുതാണ്. കേരളത്തിലെ രാഷ്ട്രീയ ഭൂപടത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകാൻ പോകുന്ന ഡീലിമിറ്റേഷനാണ് വരാൻ പോകുന്നത് ജനസംഖ്യയുടെ കണക്കെടുപ്പ്. എന്തായാലും സാർ ഈ ഉന്നയിച്ചൊരു വിഷയമുണ്ടല്ലോ, കേരളത്തിന്റെ ഒരു പൊതുശ്രദ്ധ വരട്ടെ. കാരണം ദേശീയ തലത്തിൽ മാത്രമല്ല കേരളത്തിൽ കൺസേൺ ഉള്ളത്, നമ്മുടെ ഡീലിമിറ്റേഷനെ കുറിച്ചുള്ള കൺസേൺസ് വിത്തിൻ കേരളത്തിനകത്തുണ്ട്. ഒരു പക്ഷേ സാർ ഈ പറഞ്ഞതിന് ചേർത്ത് ഞാൻ പറയട്ടെ, കേരളത്തിനകത്ത് പോലും ഒരു നോർത്ത് സൗത്ത് വ്യത്യാസം ഉണ്ട് എന്ന ആശങ്ക സാറിനെ പോലെ ഉത്തരവാദപ്പെട്ട ഒരു സാമൂഹ്യ പ്രവർത്തകനെ ഉന്നയിക്കുന്നു എന്നത് ഗൗരവമായിട്ട് കാണാൻ എല്ലാവരും തയ്യാറാവട്ടെ. നന്ദി. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.